അസ്സലാമലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു വ്ലോഗാണ് കേട്ടോ. അതായത് നമ്മുടെ നോമ്പ് തുറയുടെ മാത്രമുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല തോന്നുന്നു. നമ്മൾ റെസിപ്പി അത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണല്ലോ ഇത്രയും നാൾ വ്ലോഗ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ പണ്ടത്തെ വ്ലോഗില്ലേ അതേപോലെയാണ് കേട്ടോ. അതായത് പാല് കൊണ്ടുവന്നു, ഈവനിങ് ആണ് നമ്മൾ പാല് മേടിക്കാറ് കേട്ടോ. അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. കഞ്ഞി ഞാൻ എടുത്തിട്ട് പിന്നെ നമ്മൾ 2 ഫാമിലിക്കും കൂടി കഞ്ഞി കൊടുക്കും. അപ്പോൾ ഞാൻ കുട്ടിയാണ് കേട്ടോ അത് കൊണ്ടു കൊടുക്കാറ്. പിന്നെ അവന് കഞ്ഞി കൊണ്ടുപോയി ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ, അത് ഡെയിലി ഉണ്ടാകുന്ന ഫ്രൂട്ടാണ്. പിന്നെ മാങ്ങ, ആപ്പിൾ, ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫ്രൂട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ തണ്ണിമത്തനൊക്കെ മുറിച്ചെടുക്കുകയാണ്, തൊലിയൊക്കെ ചെത്തിയെടുക്കുകയാണ്. ഇതിന് വൈറ്റ് പാർട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കനത്തിലങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ റെഡ് പാർട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അത് കാരണമാണ്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് റെസിപ്പി വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് ചെയ്ത് നോക്കുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞിയും പാലും റെഡിയായി. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത ശേഷം ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കും, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ. അതിന് ശേഷം ഇതാ നമ്മൾ പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് വയ്ക്കണം. നോമ്പ് കഴിയണവരൊക്കെ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ എടുക്കുള്ളൂ. ഇപ്പം തന്നെ 4-5 ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ പറയുക. ഓക്കെ, അത് സാരമില്ല അല്ലേ. പിന്നെ നമ്മൾ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, വെള്ളം തണുപ്പിക്കാൻ വേണ്ടി മാത്രം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ നന്നാരി എന്താണ്, എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് നന്നാരി എന്ന് പറയുന്നത്. പണ്ടുള്ളവരൊക്കെ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്യാറ്. നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് കടയിൽ നിന്ന് കിട്ടണമൊക്കെ ഹെൽത്തി ആണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ചൂടുകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സ്ഥിരമുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ അത്. ഇപ്പോൾ ചൂടുകാലത്ത് നോമ്പായതുകൊണ്ട് നമ്മൾ നോമ്പിന് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ കുടിക്കാറില്ല, എനിക്ക് പേടിയാണ്. നല്ല മധുരമാണ് കേട്ടോ. നമ്മൾ നോമ്പിന് മാക്സിമം അത് കുടിക്കാണ്ടിരിക്കണം നല്ലത്. തടിയും കൂടും, പിന്നെ മധുരമല്ലേ, അത് കാരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സമൂസയും കട്ട്ലറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ ചുറ്റുമ്പോൾ വെള്ളം കൊണ്ട് ചുറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കറക്റ്റാണ്, ഞാൻ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അത് ഈസിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇൻഷാല്ല. അപ്പോൾ നമ്മുടെ സമൂസയും കട്ട്ലറ്റൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്, അതെല്ലാം കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഞാനൊരു നോമ്പിന് തുറക്കാനൊരു 10 മിനിറ്റ് മുമ്പേയാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യുക. നല്ല ടെൻഷനാണ്, പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കണതല്ലേ, അപ്പോൾ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഇന്ന് പാകത്തിന് തണുപ്പേ ഉള്ളൂ. തണുപ്പുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കഞ്ഞിയൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാങ്ങയും ഷമാമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷേക്കാണ്. ബൂസ്റ്റ് പൊടി, പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. കളർ ഒരു മൊഞ്ചില്ലാന്നേ ഉള്ളൂ, പക്ഷേ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇത്തിരി എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ഒരു റംസാനിന് റൈസും ഷുഗറും കട്ട് ചെയ്ത കാരണമായിരിക്കും മേ ബി ഞാനൊരു 3-4 കിലോ കുറഞ്ഞത് കേട്ടോ. ഈ ഓയിൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരെണ്ണമാണ് കേട്ടോ ഞാൻ കഴിക്കാറ്. അങ്ങനെ ഇക്ക വന്നിരുന്ന് ഇക്കാൻ്റെ പ്ലേറ്റിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ പ്ലേറ്റിലോട്ട് നിറക്കണം. ഉമ്മാൻ്റെ പ്ലേറ്റിലും വെക്കും കേട്ടോ. ഉമ്മ നോമ്പ് തുറക്കുമ്പോൾ, അതായത് ബാങ്ക് വിളിച്ച് ഈത്തപ്പഴമൊക്കെ കഴിച്ചിട്ടാണ് ഉമ്മ ഇതൊക്കെ എടുക്കാറ്. അങ്ങനെ നമ്മുടെ എന്താ പറയുക പ്ലേറ്റൊക്കെ നിറച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 20ാമത്തെ നോമ്പ് അല്ലേ. ഈ നോമ്പ് തുറ 20ാമത്തെയാണ് കേട്ടോ. അതായത് 21-ാം തീയതി. 21ാമത്തെ നോമ്പിന് ഞാൻ ഔട്ടാക്കും. പറഞ്ഞ് നോമ്പും കഴിയാനായില്ലേ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിച്ചോനെ ഈ ചൂടത്ത് എങ്ങനെ നോമ്പെടുക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവില്ലേ. ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തുടങ്ങിയതും തീരേണ്ട വഴി അറിയുന്നില്ല അല്ലേ. എത്ര സ്പീഡിലാണ് നോമ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 10 നോമ്പും കൂടിയേ ഉള്ളൂ. അതും എല്ലാവർക്കും എടുക്കാനുള്ള ആരോഗ്യം ആയുസൊക്കെ പഠിച്ചോൻ തരട്ടെ അല്ലേ. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങളിതാ നോമ്പെല്ലാം തുറന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. പിന്നെ നമ്മുടെ സ്റ്റീമറിനെ കുറിച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓട്സിൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട് റെസിപ്പിയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്യാം കേട്ടോ നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാല്ല. സ്റ്റീമർ എനിക്ക് റിലയൻസ് ട്രെൻഡിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഒരുപാട് ഓഫറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കിങ്ങനെ പാത്രങ്ങളൊക്കെ കിട്ടും. 500 രൂപ അടച്ചാൽ ഈ ഒരു സംഭവം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ അത് മേടിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ 2000-3000 എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ സ്റ്റീമർ മേടിച്ച പോലെ ഒത്തിരി പാത്രങ്ങളുണ്ട് കേട്ടോ റിലയൻസ് ട്രെൻഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമുക്ക് ഇത്ര രൂപ കൊടുത്താൽ ഇത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.